എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്? ഡോക്ടറെ, ഞങ്ങളൊരു പിക്നിക്കിലായിരുന്നേ. കുട്ടി ഒരു സ്ലിപ്പായി തല വന്ന് അടിച്ചെന്ന് തോന്നുന്നു. കുറെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ എത്തിക്കുമായിരുന്നു. ഓക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ. വലിയ ഡീപ്പായിട്ടുള്ള മുറിവൊന്നും ഇല്ലെന്ന് തോന്നണം. സിസ്റ്ററെ അവരോട് ചാർട്ട് എടുക്കാൻ പറയുന്നേ. കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണം. ഓക്കെ. മിസ്സി, നമ്മൾ അവരുടെ വീട്ടിലേക്ക് അറിയിച്ചില്ലല്ലോ. അവരുടെ വീട്ടിലേക്ക് അറിയിക്കണ്ടേ? ഞാനേ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം വിളിക്കാന്ന് വിചാരിച്ചു. ഇനി ഏതായാലും ഒന്ന് വിളിക്കാല്ലേ? ഞാൻ വിളിക്കട്ടെ കേട്ടോ. ഹലോ, റോസ്ലിയുടെ മമ്മിയല്ലേ? ഞാൻ സ്കൂളിൽ നിന്ന് തെരാസ മിസ്സാണ് വിളിക്കുന്നത്. റോസ്ലി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി ഒന്ന് വീണായിരുന്നു. അപ്പൊ തലയിൽ ചെറുതായിട്ടൊരു മുറിവുണ്ട്. പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളെങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. നിങ്ങള് ഹോസ്പിറ്റലിലേക്കൊന്ന് വരണേ. ഓക്കെ ആയിക്കോട്ടെ. അവരാകെ ടെൻഷനായി. അവരിപ്പൊ തന്നെ എത്താന്നാ പറഞ്ഞിരിക്കുന്നേ. മോളെ റോസ്ലി, പേടിക്കണ്ട കേട്ടോ. ഇവിടെ ഡോക്ടർ അങ്കിളാണ് കേട്ടോ. വേദനയുണ്ടോ മോൾക്ക്? വേദനയുണ്ടോ? ഡോക്ടർ നോക്കട്ടെ കേട്ടോ. സിസ്റ്ററെ, സ്റ്റെതസ്കോപ്പ് തന്നെ. മമ്മിയൊക്കെ പുറത്തുണ്ട് കേട്ടോ. മോള് പേടിക്കണ്ട കേട്ടോ. ഡോക്ടർ അങ്കിള് നോക്കട്ടെ. സിസ്റ്ററെ, കുട്ടി കോൺഷ്യസ് ആണ്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ മുറിവൊക്കെ ഒന്ന് സ്റ്റിച്ച് ഇടാനൊക്കെ ഉള്ളു. സിസ്റ്റർ ഉടനെ തന്നെ ഇതൊന്ന് വോണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യണം. ഓക്കെ ഡോക്ടർ. റോസ്ലി പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ വേദന എല്ലാം മാറും. സിസ്റ്റർ ആന്റി ഇവിടെയുണ്ട്. സിസ്റ്റർ ആന്റി കൂടെ ഉണ്ടാവും കേട്ടോ. എന്റെ ഈശോയെ, എന്റെ കുട്ടിക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? എന്താ പറ്റി എന്റെ കുട്ടിക്ക്? ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? എനിക്ക് അറിയാൻ മേല ദൈവമേ. മേഡം പേടിക്കണ്ട, കുട്ടിക്ക് ഒരു കുഴപ്പം വരില്ല. അവൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി വീണത്. അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു. റോസ്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്? ഡോക്ടറെ, ഞാൻ റോസ്ലിയുടെ മമ്മിയാണ്. അവൾക്ക് എന്താ പറ്റിയത് ഡോക്ടറെ? ഒന്ന് പറയൂ എന്നോട്. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കൂ. കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. തലയിൽ ചെറിയൊരു മുറിവുണ്ട്. അതൊന്ന് ഡ്രസ് ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ല. ആള് മമ്മിയെ അന്വേഷിക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ. എന്റെ മോൾക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. ദൈവമേ, നീ അവളെ കാത്തോണി. എനിക്ക് അവളല്ലാതെ വേറെ ആരുമില്ല. റോസ്ലി മോൾക്ക് ഇപ്പൊ വേദന എടുക്കുന്നുണ്ടോ? ആന്റി നോക്കട്ടെ. എനിക്ക് വേദനിക്കുന്നുണ്ട് ആന്റി. എനിക്ക് എന്റെ മമ്മീനെ കാണണം. അതിനെന്താ, ആന്റി മമ്മീനെ കാണിച്ചു തരാലോ. അതിനു മുന്നേ നമുക്ക് ഇരിക്കുന്ന ബ്ലഡ് ഒക്കെ തുടച്ചു കളഞ്ഞ് സുന്ദരിയായിട്ട് വേണ്ടി മമ്മീടെ അടുത്തോട്ട് പോവാന്. അല്ലെങ്കിൽ റോസ്ലിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മമ്മിക്ക് ആകെ വിഷമാവൂലേ? ആന്റി ഇതൊക്കെ തുടച്ചു കളഞ്ഞ് നല്ല നീറ്റ് ആക്കിയിട്ട് നമുക്ക് മമ്മീനെ കാണാൻ പോവാട്ടോ. പേടിക്കണ്ട കേട്ടോ. ആന്റി ഉണ്ടല്ലോ ഇവിടെ. മമ്മീനെ കാണിച്ചു തരാലോ. ഇത്തിരിയും കൂടി ഉണ്ട് കേട്ടോ. റോസ്ലിക്ക് വേദന എടുക്കുമ്പോ ആന്റിനോട് പറഞ്ഞാൽ മതി കേട്ടോ വേദന എടുക്കണോന്ന്. അപ്പൊ ആന്റി പതക്കെ ചെയ്യുള്ളൂ. അപ്പൊ വേദന എടുക്കുന്നില്ലല്ലോ അല്ലേ? അതേ ക്ലീൻ ആയല്ലോ. എല്ലാം ക്ലീൻ ആയി. സുന്ദരി കുട്ടി. ഇനി ആന്റി മോൾക്ക് സ്റ്റിക്കർ ഒട്ടിച്ചേരാട്ടോ. കണ്ടോ, സ്റ്റിക്കർ ഒട്ടിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ? ആന്റി ഒട്ടിച്ചേരാട്ടോ. ഇപ്പൊ തന്നെ എല്ലാം കഴിയും. എന്നിട്ട് നമുക്ക് മമ്മീനെ കാണാൻ പോകാം. ഒട്ടിക്കട്ടെ. വേദന എടുക്കുവാണെങ്കിൽ ആന്റിനോട് പറഞ്ഞാൽ മതി കേട്ടോ. വേദന ഒട്ടിച്ചു കഴിഞ്ഞല്ലോ. ഇത്രേ ഉള്ളൂ. റോസ്ലി കുട്ടി മിടിക്കായല്ലോ. അതിനെന്താ, മമ്മീനെ കാണാലോ. നമുക്ക് ഇപ്പൊ കാണാട്ടോ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കേട്ടാ. ആന്റി അവിടെ ഒട്ടിച്ചു വെച്ചു. ഇനി ഒരു കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് ഗേൾ. സിസ്റ്ററെ, ഞാൻ ഈ ചാർട്ടിൽ ഒരു മെഡിസിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചക്ഷനും കൂടിയുണ്ട്. മെഡിസിൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഐവിയുടെ കൂടെ തന്നെ ഞങ്ങൾ കയറി പോട്ടെ കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു IV തീർന്നു കഴിയുമ്പോൾ തന്നെ കുട്ടീനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തരും കേട്ടോ. എന്നാ ഇപ്പൊ തന്നെ ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തരും. റോസ്ലി കുട്ടി ഓക്കെ ആയല്ലോ? ഗുഡ് ഗേൾ ആയല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ OP യിലുണ്ടാവും. അവിടേക്ക് വന്നാൽ മതി. ഓക്കെ. ഇതിന് വേദനയില്ല. ആന്റി കാണിച്ചു തരാട്ടോ. അത് പതുക്കെ ഇങ്ങനെ വെക്കുന്നുള്ളൂ. വേദന ഉണ്ടോ? ഇതിന് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വേദന എടുക്കുന്നുണ്ട് ആന്റി. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മമ്മീനെ കാണണം. എനിക്ക് എന്റെ മമ്മീനെ കാണണം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വേദന എടുക്കുന്നുണ്ട് ആന്റി. എനിക്ക് എന്റെ മമ്മീനെ കാണണം. എനിക്ക് എന്റെ മമ്മീനെ കാണണം. അതിനെന്താ, മമ്മീനെ കാണാലോ. നമുക്ക് ഇപ്പൊ കാണാട്ടോ.
ഡോക്ടറെ, കുട്ടിയുടെ ബൈസ്റ്റാൻഡേഴ്സിന് കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? ഓ, അതിനെന്താ, കാണിച്ചു കൊടുത്തോളൂ. ഇനിയിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടിയെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നും പറഞ്ഞേരെ. ഓക്കെ? റോസ്ലി റോസ്ലി ഓക്കെ അല്ലേ? ഓക്കെയാണ് മമ്മി. റോസു, മമ്മിയുടെ മോൾക്ക് ഒരുപാട് വേദനിച്ചോ? സാരല്ല മമ്മി, എനിക്ക് മമ്മീനെ കാണാഞ്ഞിട്ടായിരുന്നു വിഷമം. എനിക്ക് മമ്മീനെ കണ്ടല്ലോ, എനിക്ക് അത് മതി. സാരമല്ല കേട്ടോ, മമ്മിയുടെ മോളിന് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം മാറിക്കോളും. മരുന്നൊക്കെ കഴിക്കുമ്പോ കൊച്ചിന്റെ വേദന എല്ലാം മാറും. സങ്കടപ്പെടണ്ട കേട്ടോ. നമുക്ക് എന്നിട്ട് വീട്ടിലോട്ട് പോവാം. ഓക്കേ? സോറി മമ്മി, എന്നോട് മിസ് സ്ലിപ്പർ ഇട്ട് വന്നാടിന്ന് പറഞ്ഞതാ. ഞാൻ മറന്നുപോയി മമ്മിയോട് പറയാൻ. ഇനി മമ്മി പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കും. മമ്മിയുടെ മോളിനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. എന്റെ മമ്മിയുടെ മോള് ഹാപ്പി ആയിട്ടിരുന്നാ മതി.